ജമ്മു കാശ്മീരിലെ കത്വയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. സൈനിക വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം വെടിയുതിർത്തു. ഭീകരർക്കായി പ്രദേശത്ത് വ്യാപക തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജമ്മു കാശ്മീരിലെ കത്വയിലാണ് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരവാദികൾ വെടിയുതിർത്തത്. ആദ്യം ഗ്രനേഡ് ഉപയോഗിക്കുകയായിരുന്നു, പിന്നീടാണ് വെടിയുതിർത്തത്. 2 സൈനികർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്താകെ സൈന്യവും പോലീസും ചേർന്ന് തിരച്ചിൽ ശക്തമാക്കി. ഇന്ത്യൻ ആർമിയുടെ നയൻകോട്ട് ബറ്റാലിയനിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉതിർത്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജമ്മു കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ 2 സൈനികർക്ക് വീരമൃത്യു വരിച്ചു. മാത്രമല്ല 6 ഭീകരരെ കൊല്ലപ്പെടുത്തുവാനും സൈന്യത്തിന് സാധിച്ചു. ഇന്നലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ജമ്മു കാശ്മീരിൽ ഈ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവിടേക്ക് പോലീസും അതേപോലെ തന്നെ സൈന്യവും എത്തുന്നത്. തുടർന്നുണ്ടായ വെടിവെപ്പിൽ അവിടെ ഒരു സൈനിക ഉദ്യോഗസ്ഥന് വീരമൃത്യു വരിച്ചു. മാത്രമല്ല 2 ഭീകരവാദികളെയും അവിടെ വധിക്കാൻ സാധിച്ചു. തുടർന്ന് ചിനിഗ്രാം എന്നുള്ള പ്രദേശത്ത് വീണ്ടും ഒരു ഏറ്റുമുട്ടലുണ്ടായി. അവിടെയാണ് 4 ഭീകരരെ സൈന്യത്തിന് വധിക്കാൻ സാധിച്ചത്. മാത്രമല്ല അവിടെയും ഒരു സൈനികന് വീരമൃത്യു ഉണ്ടായി. ഏതായാലും ഇപ്പോൾ നടന്ന ഈ ഒരു ഭീകരാക്രമണം, സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രദേശമാകെ ഇപ്പോൾ സൈന്യം തിരച്ചിൽ നടത്തുകയാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ ഭീകരവാദികളും മാത്രമല്ല പ്രദേശവാസികൾ തന്നെ ഈ ഭീകര സംഘടനകളുമായി ചേർന്ന് ഇത്തരം അക്രമങ്ങൾക്ക് പദ്ധതിയിടുന്നു എന്നുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാകെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ദൃശ്യം.